9ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഒരു കവിതയാണ്. പുൽ ബെനീത്തി മാം എന്നാണ് കവിതയുടെ പേര്. പുൽ ബെനീത്തി മാം, പുൽ എന്ന് പറഞ്ഞാൽ പാലം, ബ്രിഡ്ജ് അല്ലേ. ബെനീത്തി മാം, അമ്മ ഒരു പാലമായിരുന്നു. ഈ കവിത എഴുതിയിരിക്കുന്നത് നരേന്ദ്ര പുണ്ടരിക് അല്ലേ, നരേന്ദ്ര പുണ്ടരിക്. അദ്ദേഹം നരേന്ദ്ര പുണ്ടരിക് हिंदी के സമകാലീൻ കവിयों में प्रमुख है. സമകാലീന കവികളിൽ പ്രമുഖനാണ് നരേന്ദ്ര പുണ്ടരിക്. वे आलोचना एवं संपादन के क्षेत्र में प्रसिद्ध है. അദ്ദേഹം ആലോചന നിരൂപണ രംഗത്തും അതുപോലെ എഡിറ്റിംഗ് രംഗത്തും എല്ലാം അദ്ദേഹം പ്രസിദ്ധനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യസമാഹാരങ്ങൾ നംഗെ പാവ്കെ രാസ്തേ, അതുപോലെ സാത്ത് ആകാശോങ്കി ലാഡ്ലി തുടങ്ങിയവയാണ് ആദി ഉൻക പ്രമുഖ കവിതാ സങ്കൽഹൈ. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കവിതാ സമാഹാരങ്ങളാണ് ഇതൊക്കെ. इस कविता में कवि माता को बोझ मानने वाली की स्वार्थता के बारे में बताते हैं. ഈ കവിതയിലെ കവി ഭാരമായി കരുതുന്ന പുതിയ തലമുറയുടെ സ്വാർത്ഥതയെക്കുറിച്ചാണ് കവി ഈ കവിതയിൽ പറയുന്നത്. നമുക്കറിയാം, അമ്മയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ. അമ്മയെക്കുറിച്ച് നമുക്ക് ഒരുപാട് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല, അത്രയ്ക്ക് അമ്മയെക്കുറിച്ച് പറയാനുണ്ട് അല്ലേ. അമ്മ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അല്ലേ. അതിരുകളില്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ് നമുക്ക് അമ്മയിൽ നിന്നും ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ പരിചയപ്പെടുത്തുന്നത് പോലും നമുക്ക് നമ്മുടെ അമ്മയാണ് അല്ലേ. ഒരു പക്ഷേ അമ്മയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയൂ അല്ലേ. അതായത് അങ്ങനെയുള്ള ആളാണ് അമ്മ. പക്ഷേ ഇന്ന് ഈ പുതിയ തലമുറ അതെല്ലാം മറന്നിട്ട് അമ്മയെ അല്ലെ പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിലേക്കും മറ്റുമൊക്കെ അയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അമ്മയെക്കുറിച്ച് ആണ് ഈ കവിതയിൽ കവി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പുസ്തകത്തിൽ നോക്കിയിരിക്കണം കവിത നോക്കുള്ളൂ. പുൽ ബെനീത്തി മാം, അമ്മ ഒരു പാലമായി വർത്തിച്ചിരുന്നു. ഹം ഫായോങ്കെ ബീച്ച് पुल बेनीती माम, हम फाइयों के बीच पुल बेनीती माम, जिसमें आए दिन दौड़ती रगती थी बेधड़क, बिना किसी हरी लाल बत्ती के, हम लोगों की चुक चुक चक चक अല്ലേ. നോക്കൂ, ഹം ഫായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ, പുൽ ബെനീത്തി മാം, അമ്മ ഒരു പാലമായിരുന്നു, അമ്മ ഒരു പാലമായി വർത്തിച്ചിരുന്നു. ജിസ്മേ ആയേ ദിൻ ഓൾവേസ്, എല്ലായ്പ്പോഴും, ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹത്തി, ദൗഡന എന്ന് പറഞ്ഞാൽ ഓടുക, സഞ്ചരിക്കുക. ദൗഡ്തി രഹത്തി ബേദടക് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫിയർ, യാതൊരു തടസ്സവുമില്ലാതെ. ബേദടക് യാതൊരു തടസ്സവുമില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നു. അതായത് മാം പുൽക്കെ സമാൻ ഹേ, അമ്മ ഒരു പാലത്തിന് സമാനമാണ്. നമുക്കറിയാം പുൽ ദോ കിനാരോങ്കോ ജോഡ്താ ഹേ അല്ലേ, രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം. അതുപോലെ തന്നെയാണ് മാം പരിവാർക്കെ സദസ്യോങ്കോ ജോഡ്നെ വാലി കടി ഹേ, അമ്മ എന്ന് പറയുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കടി, ചങ്ങലയാണ് അമ്മ. മനസ്സിലായില്ലേ. ഇവിടെ ഹം ഫായോങ്കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ അമ്മ ഒരു പാലമായി വർത്തിച്ചിരുന്നു. അത് എല്ലായ്പ്പോഴും തടസ്സങ്ങളൊന്നുമില്ലാതെ അല്ലേ. ദൗത്യത്തി ബേദടക്, തടസ്സമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എങ്ങനെ? ബിനാ കിസി ഹരി ലാൽ ബത്തിക്കെ സമാൻ. നമുക്കറിയാം, ഹരി പച്ച, ലാൽ ചുമപ്പ്. പച്ചയും ചുവപ്പും ലൈറ്റുകൾ എത്തുന്നപ്പോഴാണ് നിർത്തുന്നതിന് അല്ലേ, യാത്ര തുടരുന്നതിനും യാത്ര നിൽക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ പച്ചയും ലൈറ്റും ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഇവിടെ അങ്ങനെ യാതൊരു തടസ്സവുമില്ലാതെ
അല്ലേ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അതായത് റെയിൽഗാഡി കാ ആവാസ് അല്ലേ എന്ത് ചെയ്തിരുന്നു? കർക്കെ ദൗഡ്ത്തി ലാൽ हरी के बिना दौड़ती रहती है। उसी प्रकार बच्चों के लिए बेधड़क से परिश्रम करती रही. അതായത് കുട്ടികൾക്ക് വേണ്ടി അമ്മ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേ ഇരുന്നു. അവരുടെ അർത്ഥം നോക്കിയോളൂ. അതായത് ശ്രീ നരേന്ദ്ര പുണ്ടരിക് हिंदी के प्रमुख कवि है. इस कविता में कवि माता को बोझ अले मानने वाली नई पीढ़ी की स्वार्था के बारे में बताते हैं. മനസ്സിലായല്ലോ. നരേന്ദ്ര പുണ്ടരിക് ഹിന്ദിയിലെ പ്രമുഖ കവിയായിരുന്നു. ഈ കവിതയിൽ അദ്ദേഹം അമ്മയെ ഭാരമായി കരുതുന്ന പുതിയ തലമുറയുടെ സ്വാർത്ഥതയെക്കുറിച്ചാണ് പറയുന്നത്. മാം ബച്ചോങ്കെ ബീച്ച് പ്യാർ കെ റിസ്തേ ജോഡനെ കാ പുൽ ബനീത്തി എന്നാണ് അർത്ഥം. മാം ബച്ചോങ്കെ ബീച്ച് പ്യാർ റിസ്തേ ജോഡനെ കാ പുൽ ബനീത്തി അല്ലേ. അമ്മ ഞങ്ങൾക്കിടയിൽ സ്നേഹബന്ധം യോജിപ്പിക്കുന്ന ഒരു പാലമായി വർത്തിച്ചിരുന്നു. അതായത് ജിസ് പ്രകാർ റെയിൽഗാഡി ലാൽ ഹരി ലാൽ ബത്തി കെ बिना आवाज करके दौड़ती उसी प्रकार बच्चों के लिए बेधड़क से परिश्रम करती रही माँ. മനസ്സിലായല്ലോ. ഇത്രയും പേര് അർത്ഥം മനസ്സിലായല്ലോ. അപ്പം ഇവിടെ അടുത്ത വരിയിൽ നോക്കിയുള്ളൂ. ഇത്രയും മനസ്സിലായി കാണുന്നു. അപ്പോൾ പിതാക്കെ ബാത്ത് അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മരണശേഷം ഹം ഫായോങ്കെ ബീച്ച് അല്ലേ ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനീമ അമ്മ ഒരു പാലമായി വർത്തിച്ചു. അതായത് അച്ഛൻ്റെ മരണശേഷം ഭാരമെല്ലാം അമ്മയുടെ ചുമലിൽ ആയി. ഞങ്ങൾ ഫായോങ്കെ ബീച്ച് പുൽ ബനീത്തി മാം അമ്മയാണ് ഞങ്ങൾ എന്ത് ചെയ്ത് സംരക്ഷിച്ചത്. അചാനക് നഹീൻ ഡൂഡി അച്ചാനക് ജൽദി പെട്ടെന്ന് നഹീൻ ഡൂഡി എന്ന് പറഞ്ഞാൽ പൊട്ടുക തകരുക എന്നൊക്കെ അർത്ഥമുണ്ട്. പെട്ടെന്ന് അത് തകർന്നു പോയില്ല. ധീരെ ധീരെ ദൂട്ടി രഹി പക്ഷേ ധീരെ ധീരെ ദൂട്ടി രഹി മെല്ലെ മെല്ലെ തകർന്നു അല്ലേ. അമ്മ മെല്ലെ മെല്ലെ ക്ഷയിച്ചു കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ. അവർ മാൻതേ രഹേ ഞങ്ങൾ കരുതിയിരുന്നു. എന്താണ്? കി ബൂട്ടാ രഹി ഹേ മാം അതായത് അമ്മ ബൂട്ടാ രഹി ഹേ മാം ബൂട്ടാ രഹി ഹേ മാം ടു ബിക്കെയിം ഓൾഡ് അല്ലേ. അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. അതായത് പിതാക്കി മൃത്യുക്കെ ബാദ് ബച്ചോങ്കി ദേഖ്ഭാൽ മാംഗി കർത്തിത്തി അല്ലേ. അച്ഛൻ്റെ മരണശേഷം കുട്ടികളുടെ സംരക്ഷണം അമ്മയുടെ തണലിലായി. ധീരെ ധീരെ माम का शरीर क्षीणित हो गई और आवाज़ भी दुर्बल हो गई അല്ലേ. ധീരെ ധീരെ മാം കാ ശരീർ ക്ഷീണിത് ഹോ ഗയി മെല്ലെ മെല്ലെ അമ്മയുടെ ശരീരം ക്ഷീണിതമായിക്കൊണ്ടിരുന്നു. അതുപോലെ ആവാസ് ഫി ശബ്ദവും ദുർബൽ ഹോ ഗയി ദുർബലമായിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ और മാൻതേ രഹേ കി മാം ബൂട്ടി രഹി ഹേ അല്ലേ. ഹം ദേഖ്തേ രഹേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ और മാൻതേ രഹേ ഞങ്ങൾ എന്ത് ചെയ്തു? കരുതി. എന്താണ്? കി അതായത് മാം ബൂട്ടി രഹി ഹേ അമ്മ ബൂട്ടി രഹി ഹേ അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. അവരൊന്ന് നോക്കിക്കോളൂ. ബാദ് അച്ഛന് ശേഷം അല്ലേ. അതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ഹം ഫായോങ്കെ ബീച്ച് പുൽ ബനി മാം ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ അമ്മ ഒരു പാലമായി വർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചുമതലയെല്ലാം അമ്മയുടെ തോളിലായി. എന്നിട്ട് അജാനക് നഹീൻ ഡൂഡി പക്ഷേ അമ്മ പെട്ടെന്ന് തകർന്നു പോയില്ല. ഡൂഡിന മീൻസ് പൊട്ടുക തകരുക അല്ലേ. തകർന്നു പോയില്ല. ധീരെ ധീരെ ഡൂട്ടി രഹി മെല്ലെ മെല്ലെ ധീരെ ധീരെ മാംകാ ശരീർ ക്ഷീണിത് ഹോ ഗയി അല്ലേ. മെല്ലെ മെല്ലെ അമ്മയുടെ ശരീരം ക്ഷീണിതമായിക്കൊണ്ടിരുന്നു. അതുപോലെ ആവാസ് വി ദുർബൽ ഹോ ഗയി ശബ്ദവും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദുർബലമായിക്കൊണ്ടിരുന്നു. മനസ്സിലായല്ലോ. ഹം ദേഖ്തേ രഹേ और മാൻതേ രഹേ കി മാം ബൂട്ടി രഹി ഹേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കരുതിയിരുന്നു കി മാം ബൂട്ടി രഹി ഹേ അമ്മ പ്രായമാകുകയാണെന്നുള്ളൊരു സത്യം.
മനസ്സിലായില്ലേ? ഇനി അടുത്ത വരി നോക്കിക്കോളൂ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത വരി, മാംകെ ബാർ ബാർ കഹിനെ കി ഹം മാൻകർ ചൽത്തേ രഹേ. മാംകെ ബാർ ബാർ കഹിനെ കി, അമ്മയുടെ ബാർ ബാർ ആവർത്തിച്ചുള്ള പറച്ചില്, ഹം മാൻകർ ചൽത്തേ രഹേ, ഞങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം വയസ്സാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, ചുമ്മാ ഇങ്ങനെ ആ വാക്കുകൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ അമ്മയുടെ ആവർത്തിച്ചുള്ള പറച്ചിൽ ഞങ്ങൾ എന്ത് ചെയ്തു, മനസ്സിലാക്കിക്കൊണ്ടിരുന്നു, ഞങ്ങൾ മനസ്സിലാക്കി. ഉസ്കെ ബൂട്ടെ ഹോനേക്കി ആദത്ത് ഇല്ലേ, അവർ വയസ്സാവുകയാണെന്നുള്ളൊരു സ്വഭാവം എന്ത് ചെയ്തു, അപ്പനി ഹർ ആവാസ്മയും അവരുടെ ശബ്ദങ്ങളിലും ഞങ്ങൾ മനസ്സിലാക്കി. അവർ പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സ്വഭാവം. ആദത്ത് മീൻസ് സ്വഭാവം അല്ലേ, ആദത്ത് അല്ലേ. ബൂട്ട പ്രായമാവുക, ബുട്ടാപ്പ വൃത്താവസ്ഥ എന്നൊക്കെയാണ് അർത്ഥം. ഉസ്കെ ബുട്ടെ ഹോനേക്ക് ആദത്ത് അവർ അപ്പനി ഹർ ആവാസ്മയും അവരുടെ ഹർ ആവാസ്മ എല്ലാ ശബ്ദങ്ങളിലും ഞങ്ങൾ മനസ്സിലാക്കി. ധീരെ 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 ഡൂട്ടി രഹീമ, അങ്ങനെ അമ്മ മെല്ലെ മെല്ലെ അമ്മ ക്ഷീണിതയായിക്കൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? അമ്മ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ക്ഷീണിതയായിക്കൊണ്ടിരുന്നു. അതായത് ഹം മാലൂം ഹുവാ കി മാം ബുട്ടാപ്പേ കി ഓർ ബെഡ്തി ഹേ അല്ലേ. ഹമേ മാലൂം ഹുവാ, ഞങ്ങൾ മനസ്സിലാക്കി. കി അതായത് മാം ബൂട്ടാപ്പേ കി ഓർ ബെഡ്തി ഹേ, അമ്മ വൃത്താവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. അമ്മ ക്ഷീണിതയായി. മനസ്സിലായല്ലോ? ഈ വരുന്നു നോക്കിയോ, മാംകെ ബാർ ബാർ കഹിനേക്കി, മനസ്സിലായല്ലോ? അമ്മയുടെ ആവർത്തിച്ചുള്ള ഈ പറച്ചില് എന്ത് ചെയ്തു, ഹം മാൻകർ ചൽത്തേ രഹേ, ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഉസ്കെ ബൂട്ടെ ഹോനേക്കി ആദത്ത് അല്ലേ, അവർ വയസ്സാണെന്നുള്ള സ്വഭാവം അവരുടെ ഹർ ആവാസ്മയും അവരുടെ എല്ലാ ശബ്ദത്തിലും ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ധീരെ ധീരെ ദൂട്ടി രഹി മാ അല്ലേ, മാം മെല്ലെ മെല്ലെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, മെല്ലെ മെല്ലെ അവർ വൃത്താവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു അല്ലേ. അമ്മയുടെ അവസ്ഥയാണ് ഈ കവിതകളിൽ കവി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പുസ്തകം വായിക്കണം, വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ.